FIR എന്നാൽ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്നാണ് അർത്ഥം. ഒരു കുറ്റകൃത്യത്തെപ്പറ്റി പോലീസിന് ആദ്യം ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് ഉണ്ടാക്കുന്ന റിപ്പോർട്ടാണ് FIR. ഇതിന്റെ രജിസ്ട്രേഷനെക്കുറിച്ച് ക്രിമിനൽ നടപടിക്രമം 154 വകുപ്പിൽ പറയുന്നു. വിവരം കിട്ടിയ പോലീസ് റിപ്പോർട്ട് ഉണ്ടാക്കിയ ഉടനെ അത് സമർപ്പിക്കുകയും ആ സമർപ്പിക്കുന്ന റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്ത ഉടനടി കോടതിക്കോ മജിസ്ട്രേറ്റിനോ അയച്ചുകൊടുക്കുകയും ചെയ്യുന്നത് ഈ വിഷയത്തിന്റെ പൊതുവായ 2 തത്വങ്ങളാണ്. കോടതിക്കോ മജിസ്ട്രേറ്റിനോ മുമ്പാകെ FIR വേഗത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നതിനു പിന്നിലെ കാരണത്തെക്കുറിച്ചോ വിഷയത്തിലെ കാലതാമസത്തിന്റെ ഫലത്തെക്കുറിച്ചോ ഒരു തർക്കവുമില്ല. FIR രജിസ്റ്റർ ചെയ്തുടനെ അത് മജിസ്ട്രേറ്റിനു അയച്ചുകൊടുക്കണമെന്ന് പറയുന്ന നിയമവ്യവസ്ഥയെ പറ്റിയാണ് ചോദ്യം ഉയർന്നിരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയവും. ക്രിമിനൽ നടപടിക്രമം 157(1) വകുപ്പ് അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിയമത്തിലെ 176(1) വകുപ്പ് പ്രകാരം അന്വേഷണത്തിന്റെ നടപടിക്രമത്തെപ്പറ്റി ഇങ്ങനെ പ്രതിപാദിക്കുന്നു. ലഭിച്ച വിവരങ്ങളിൽ നിന്നോ അല്ലാതെയോ ഒരു പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥന് ഒരു കുറ്റകൃത്യം നടന്നതായി സംശയം തോന്നിയാൽ 156 വകുപ്പ് പ്രകാരം അത് അന്വേഷിക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന അയാൾ അത്തരം കുറ്റം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ അധികാരപ്പെടുത്തിയിരിക്കുന്ന ഒരു മജിസ്ട്രേറ്റിന് അതിന്റെ റിപ്പോർട്ട് ഉടൻ അയക്കുകയും താൻ തന്നെയോ അല്ലെങ്കിൽ സർക്കാർ അനുഷ്ഠിച്ചിട്ടുള്ള റാങ്കിലുള്ള ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ നിയോഗിച്ചോ സംഭവസ്ഥലത്തേക്ക് പോകുകയും കേസിന്റെ വസ്തുതകളും സാഹചര്യങ്ങളും അന്വേഷിക്കുകയും ആവശ്യമെങ്കിൽ കണ്ടെത്തുന്നതിനും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. മേൽപ്പറഞ്ഞ വ്യവസ്ഥ വായിക്കുമ്പോൾ 157(1) വകുപ്പ് അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിയമത്തിലെ 176(1) വകുപ്പിൽ പറയുന്ന ഒരു റിപ്പോർട്ട് എന്നതിന്റെ അർത്ഥം FIR ആണെന്ന ആശയം വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 157(1) വകുപ്പ് അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിയമത്തിലെ 176(1) വകുപ്പ് പ്രകാരം പരാമർശിച്ചിരിക്കുന്ന FIR-ഉം റിപ്പോർട്ടും തമ്മിലുള്ള സഹബന്ധം വ്യക്തമല്ലെങ്കിലും പരോക്ഷമാണ്. വ്യവസ്ഥയിൽ ഉപയോഗിച്ചിരിക്കുന്ന റിപ്പോർട്ട് എന്ന വാക്ക് FIR-ഉമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ അത് കാലതാമസം കൂടാതെ മജിസ്ട്രേറ്റിന് അയക്കേണ്ടതിന്റെ നിർബന്ധ ആവശ്യകതയും നമുക്ക് മനസ്സിലാകുന്നതാണ്. FIR മജിസ്ട്രേറ്റിന് അയക്കുന്നതിന് ഊന്നൽ നൽകുന്നതായി കാണുന്നുവെങ്കിലും ശരിക്കും മജിസ്ട്രേറ്റിന് മുമ്പാകെ FIR എത്തിക്കുന്നതിനാണ് കൂടുതൽ പ്രാധാന്യം. FIR കോടതിയിൽ ലഭിച്ചയുടനെ മജിസ്ട്രേറ്റ് തീയതിയും സമയവും സഹിതം തന്റെ ഒപ്പിടുന്നു. FIR രജിസ്റ്റർ ചെയ്യുന്ന തീയതിയും സമയവും FIR-ൽ ഉണ്ടാകും. ആ 2 എൻട്രികളിൽ നിന്നും മജിസ്ട്രേറ്റിന് മുമ്പാകെ FIR എത്തുന്നതിന് എടുത്ത ദിവസങ്ങൾ കണക്കാക്കി 157(1) വകുപ്പ് അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിയമത്തിലെ 176(1) വകുപ്പ് പ്രകാരം FIR ഉടൻ തന്നെ മജിസ്ട്രേറ്റിന് അയച്ചോ ഇല്ലയോ എന്ന നിഗമനത്തിലെത്താൻ സാധിക്കും. കോടതിക്ക് പകരം മജിസ്ട്രേറ്റിനാണ് FIR അയച്ചു നൽകേണ്ടത്. പൊതു അവധികൾ കാരണം ചിലപ്പോൾ കോടതി ദിവസങ്ങളോളം അടച്ചിട്ടേക്കാം. ഇത്തരം സാഹചര്യത്തിൽ കോടതി അവധിയായതിനാൽ FIR ഉടൻ മജിസ്ട്രേറ്റിന് അയക്കാൻ കഴിയില്ലെന്ന് പോലീസ് പറയുന്നത് കേൾക്കാനാകില്ല. അത്തരം സാഹചര്യങ്ങളിൽ പോലീസിന് മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് FIR അയക്കാം. അർജുൻ മാരിക്സ് ആൻഡ് അതേഴ്സ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബിഹാർ എന്ന കേസിൽ സുപ്രീം കോടതി ഈ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ കേസിൽ FIR 1985 ജൂലൈ 20 രാവിലെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് 1985 ജൂലൈ 22 വരെ ബന്ധപ്പെട്ട മജിസ്ട്രേറ്റിന് അയക്കാതിരിക്കാനായി ഒരു കാരണം കാണുന്നില്ല. എന്തുകൊണ്ടാണ് 1985 ജൂലൈ 22 മജിസ്ട്രേറ്റിന് റിപ്പോർട്ട് നൽകാൻ വൈകിയത് എന്ന് കാണിക്കാൻ രേഖകളില്ലെങ്കിലും പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ സമർപ്പിച്ചതെന്തെന്നാൽ 1985 ജൂലൈ 20 ശനിയാഴ്ച അന്വേഷണത്തിന്റെ തിരക്കിൽ പെട്ടുപോയതുകൊണ്ടും പിറ്റേ ദിവസം ഞായറാഴ്ച ആയതിനാലുമാണ് തിങ്കളാഴ്ച റിപ്പോർട്ട് അയച്ചത് എന്നാണ്. ബിഹാർ സംസ്ഥാനത്ത് കൊലപാതക കേസുകളിൽ പോലും ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലും മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് FIR അയക്കാറില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇങ്ങനെയാണെങ്കിൽ നിർബന്ധമായും പാലിക്കേണ്ട നിബന്ധനയെ പോലും ഒരു അർത്ഥമില്ലാതെ കാണുന്ന സമ്പ്രദായം ശരിയായ ഒരു സമ്പ്രദായമാണെന്ന് പറയാനാവില്ല. ഇത്തരമൊരു കീഴ്വഴക്കം വ്യാപകമാണെങ്കിൽ അത് സ്വീകാര്യമല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ 157 വകുപ്പ് അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിയമത്തിലെ 176 വകുപ്പിലെ വ്യവസ്ഥകൾ യഥാർത്ഥ രൂപത്തിലും ഉള്ളടക്കത്തിലും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ചുരുക്കി പറഞ്ഞാൽ FIR എന്നത് മുഴുവൻ നീതിന്യായ വ്യവസ്ഥയുടെയും ചവിട്ടുപടിയാണ്. ഓരോ ക്രിമിനൽ കേസിലും ഇത് വളരെ നിർണായകമായ രേഖയാണ്. ഇത് ക്രിമിനൽ പ്രോസിക്യൂഷന്റെ തുടക്കം കുറിക്കുന്നു. ഒരു കുറ്റം നടന്നു കഴിഞ്ഞാലുടൻ ക്രിമിനൽ നടപടിക്രമം 154 വകുപ്പ് അഥവാ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നിയമത്തിലെ 173 വകുപ്പ് പ്രകാരം FIR ഫയൽ ചെയ്യാൻ പരാതിക്കാരൻ ശ്രമിക്കണം. ഇത്രയും പ്രധാനമായതുകൊണ്ടുതന്നെ FIR രജിസ്റ്റർ ചെയ്ത ശേഷം അത് ചുമതലപ്പെട്ട മജിസ്ട്രേറ്റിനു കാലതാമസം ഒന്നും വരുത്താതെ ഉടനടി അയച്ചുകൊടുക്കുക എന്നത് നിയമം കർക്കശമായി അനുശാസിക്കുന്ന കാര്യമാണ്.
അതിനാൽ എഫ്ഐആറുമായി ബന്ധപ്പെട്ട തങ്ങളുടെ അവകാശങ്ങൾ ഓരോ പൗരനും മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.